ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 61ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 2 സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് പാവയ്ക്ക ഉപയോഗിച്ചിട്ടും മറ്റേത് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പീസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തുവരപ്പരിപ്പ് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പുളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാവയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് നല്ലോണം ഉപ്പിൽ പെരട്ടി വെച്ച് വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ആഡ് ചെയ്തതാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും പഞ്ചസാരയും ചേർക്കാം. ഞാൻ പഞ്ചസാരയുടെ ക്യൂബ്സാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുള്ളൂ. അതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അത് കുക്കാവുന്ന നേരം കൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നമുക്ക് നന്നായിട്ട് മൂക്കുന്നവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് തേങ്ങയിലേക്ക് ചേർത്തിട്ട് ഇത് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം കുക്കർ തുറന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. കുക്കായതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുകും കരിവേപ്പിലയും കൂടെ വറുത്തിട്ട നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരട്ടെ. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു മുക്കാ വേവാകുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായി മുരിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും നന്നായി മുരിഞ്ഞു വന്നിട്ട് ഇതിനി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ റെസിപ്പീസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.